നമസ്കാരം. വെനസ്വേലയ്ക്ക് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഗ്രീൻലാൻഡ് കൂടി കൈയടക്കാനുള്ള നീക്കത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേല പോലെ തന്നെ ധാതുക്കളാൽ സമൃദ്ധമായ ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ്. അതുകൊണ്ട് തന്നെ അത് കൈക്കലാക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും തീവ്രമായ ഒരു ആഗ്രഹമാണ്. ഇതിനായി ട്രംപ് പലതവണ നൽകിയ വിശദീകരണങ്ങളിൽ ചൈനയും റഷ്യയും ഈ സ്ഥലം ലക്ഷ്യമിടുന്നു എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ റോന്തു ചുറ്റുന്നു എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പലതവണ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നാറ്റോ സഖ്യകക്ഷികളുടെ രഹസ്യാന്വേഷണ വിഭാഗം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു തെറ്റായ ആരോപണമാണ് എന്നാണ്. അങ്ങനെ അവിടെ കപ്പലുകളൊന്നും തന്നെ ഇനിയും കാണപ്പെട്ടിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് തറപ്പിച്ച് തന്നെ പറയുന്നു, ഇത് റഷ്യയും ചൈനയും കൈയടക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മളെന്തെങ്കിലും ചെയ്യണം, കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഈ രാജ്യത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഇപ്പോഴും ഗ്രീൻലാൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, നാറ്റോ സഖ്യകക്ഷിയാണ് ഗ്രീൻലാൻഡ്. അങ്ങനെയുള്ള രാജ്യത്തെ കീഴടക്കുക എന്ന് പറയുന്നത് അത് മറ്റ് അംഗരാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ്. ഇതിനെതിരെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഫ്രാൻസ്, ജർമ്മനി എല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പല രാജ്യങ്ങളും സൈന്യത്തെ അയക്കുന്നുണ്ട്. സ്വീഡനും ബ്രിട്ടനും ഒക്കെ തന്നെ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗ്രീൻലാൻഡിലേക്ക്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പോളണ്ടിലെ പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഇത് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ്. ഇതിൻ്റെ പേരിൽ നാറ്റോ സഖ്യ കക്ഷികൾ തമ്മിലടിക്കുന്നത് അത് വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. പോളിഷ് പ്രധാനമന്ത്രിയായ ഡൊണാൾഡ് ടസ്ക് പറയുന്നത്, നാറ്റോയിലെ ഒരു അംഗരാജ്യം മറ്റൊരു അംഗരാജ്യത്തെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നാണ്. ഇതിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന വലിയൊരു ആപത്തിൻ്റെ കാലമായിരിക്കും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങളെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കണം എന്ന് തന്നെയാണ് ഡൊണാൾഡ് ടസ്ക് നേരത്തെയും പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേസമയം സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഗ്രീൻലാൻഡിലേക്ക് അവരുടെ സൈന്യത്തെ അയക്കുകയാണ്. സംയുക്ത സൈന്യ നീക്കം, അതായത് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഗ്രീൻലാൻഡിലേക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി എത്തുന്നു. ഈ കൂട്ടത്തിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും ഉണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ബ്രിട്ടീഷ് സർക്കാരും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ വിരുദ്ധ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചുറ്റുപാടിൽ എത്രയും വേഗം ഈ അമേരിക്കയുടെ ഇടപെടലിനെ നാറ്റോ സഖ്യകക്ഷികളെല്ലാവരും ഒന്നിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കണം എന്നാണ് ഇവരെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫലഭൂയിഷ്ടമായ സ്ഥലം എവിടെയുണ്ടോ അവിടെ മാത്രമാണ് പലപ്പോഴും ലക്ഷ്യമിടാറുള്ളത്. വെനസ്വേലയിൽ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപം വേണം, അതുകൊണ്ട് ആ സ്ഥലം ഞങ്ങൾക്ക് വേണം. അതുപോലെ ഗ്രീൻലാൻഡിൽ വലിയ തോതിൽ ധാതുക്കൾ, അമൂല്യമായ ധാതുക്കൾ ധാരാളമുണ്ട്, അതുകൊണ്ട് അത് അമേരിക്കയ്ക്ക് വേണം. കൂടാതെ മറ്റ് പല രാജ്യങ്ങളെയും ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നതൊക്കെ തന്നെ അവിടുത്തെ ധാതുക്കളെ ആശ്രയിച്ചിട്ടാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ പിന്തുണച്ചതുപോലും യുക്രൈൻ്റെ ഭൂരിഭാഗം വരുന്ന അവരുടെ ധാതു സമ്പത്ത് മുഴുവൻ തീറെഴുതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ട്രംപ് ഇപ്പോൾ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളത്. നേരത്തെ യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ട ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നീട് അദ്ദേഹവുമായി ചങ്ങാത്തം സ്ഥാപിച്ച തന്നെ സ്വന്തം വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി തന്നെയാണ്. പാകിസ്ഥാനിലെയും ബലൂചിസ്ഥാൻ പ്രവിശ്യ പോലെയുള്ള ഒരുപാട് ധാതു ലവണങ്ങളൊക്കെ ഉള്ള മേഖലകളൊക്കെ തന്നെ ഇപ്പോൾ സ്വന്തമാക്കാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം പാകിസ്ഥാനായിട്ടുള്ള ചങ്ങാത്തത്തിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ പോളിഷ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നാറ്റോ സഖ്യരാജ്യങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ അടിത്തറ പാകിയ നാറ്റോ സഖ്യം ഇത്തരത്തിൽ ദുർബലമായി പോകരുത് എന്നാണ് ഇപ്പോൾ ഈ അംഗരാജ്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യമായ ചെറിയ രാജ്യമാണെങ്കിൽ പോലും ഗ്രീൻലാൻഡ് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ കീഴിലാണ്. ഡെൻമാർക്കും എല്ലാം തന്നെ ഈ സഖ്യത്തിൽ പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അമേരിക്ക കീഴടക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ചില രാജ്യങ്ങളാകട്ടെ നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടുമില്ല. അതേസമയം ജർമ്മനി കഴിഞ്ഞ ദിവസം അവരുടെ സൈന്യത്തെ ഗ്രീൻലാൻഡിലേക്ക് അയക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെയൊക്കെ തന്നെ പുച്ഛിച്ച് തള്ളുന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നത്. ഇതൊന്നും തനിക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പോളണ്ടിലെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു മുന്നറിയിപ്പ് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കാര്യഗൗരവത്തോടുകൂടി തന്നെ എടുക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതല്ലെങ്കിൽ നാളെ ട്രംപിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളനുസരിച്ച് ഈ ഓരോ രാജ്യങ്ങളെയും പിടിച്ചെടുക്കുകയും അതെല്ലാം അമേരിക്കയുടെ കീഴിലാക്കുകയും ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് പൊതുവെ ഇപ്പോൾ ലോകം ചിന്തിക്കുന്നത്.